മക്കളെ, ശ്രുതി ടീച്ചറാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാനൊക്കെ ഇഷ്ടമല്ലേ? ടീച്ചർ ഇന്ന് ഒരു കുഞ്ഞു കഥ പറയാം കേട്ടോ. എല്ലാവരും കേട്ടിരിക്കണേ. നിങ്ങളെപ്പോലെ ഒരു മിടുക്കി കുട്ടി ആദ്യ ദിവസം സ്കൂളിൽ പോയതാണ് കേട്ടോ. സ്കൂളിൽ പോയ സമയത്ത് അവിടെയുള്ള അലങ്കാരങ്ങളും പുതിയ ടീച്ചേഴ്സ്, പുതിയ ഫ്രണ്ട്സ് എല്ലാം കണ്ട് ഈ കുട്ടി ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണേ. അപ്പോൾ ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറി ചെല്ലുന്നു. നിങ്ങൾക്ക് ഒക്കെ ഉള്ളതുപോലെ തന്നെ ഈ ബാഗും ബുക്സൊക്കെ വെക്കാനായിട്ട് ഒരു ഡെസ്ക് അവിടെ ഉണ്ട്, ഇരിക്കാൻ ബെഞ്ചുണ്ട്. അപ്പോൾ ആ ഡെസ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഡെസ്കിന് ഒരു അടപ്പുണ്ടായിരുന്നു. അപ്പോൾ ബാഗും ബുക്സൊക്കെ ആ അടപ്പിൽ വെച്ചിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാം. അങ്ങനെ ഇവള് എന്ത് ചെയ്തു? ഈ കുട്ടി അത് ഓരോ സാധനങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് ആ അടപ്പ് തുറക്കുന്നു, അടയ്ക്കുന്നു, തുറക്കുന്നു, അടയ്ക്കുന്നു. ആ സമയത്ത് ഒരു ശബ്ദം ഉണ്ടാവുകയാണ്, തുറക്കുക, അടയ്ക്കുക, തുറക്കുക, അടയ്ക്കുക. അപ്പോൾ ആ ശബ്ദം നമ്മുടെ കുട്ടിക്ക് അങ്ങ് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇത് ഓരോ പുസ്തകം എടുക്കാനും ഒരു പേന എടുക്കാനും ഇടയ്ക്കിടയ്ക്ക് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് ക്ലാസ്സിലെ ടീച്ചർക്ക് വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ ടീച്ചർ സ്വാഭാവികമായിട്ടും എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ആദ്യം ടീച്ചറെ ക്ഷമിച്ചേ, പിന്നെ മറ്റൊരു പരിപാടി കേൾക്കണോ? നമ്മുടെ ഈ മിടുക്കി കുട്ടി എന്താ ചെയ്തതെന്നറിയോ? വികൃതി കുട്ടിയാണോ മിടുക്കി കുട്ടിയാണോ എന്നൊക്കെ നിങ്ങൾ പിന്നീട് പറഞ്ഞാൽ മതി കേട്ടോ. സ്കൂളിന് തൊട്ടടുത്തുള്ള ഒരു തെരുവുണ്ട്. ആ തെരുവിൽ നിന്ന് ഇങ്ങനെ തെരുവ് പാട്ടുകാര് എന്നൊക്കെ പറഞ്ഞ് പാട്ടുകൾ ഇങ്ങനെ മുട്ടിപ്പാടുകയാണ്. അപ്പോൾ ഈ കുട്ടിക്കൊരാഗ്രഹം, തൻ്റെ ക്ലാസ്സിൻ്റെ തൊട്ടടുത്തേക്ക് ഇവരെ വിളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? തൊട്ടടുത്ത് നിന്ന് എനിക്കിത് കണ്ട് ആസ്വദിക്കാമല്ലോ എന്ന്. അങ്ങനെ നമ്മുടെ കുട്ടി അവരെ മാടി വിളിക്കുന്നു. ക്ലാസ്സിൻ്റെ തൊട്ടടുത്തേക്ക് ഇവർ വരികയാണ്. അപ്പം വീണ്ടും ടീച്ചർക്ക് എന്തായി? അത് ബുദ്ധിമുട്ടായി. ക്ലാസ്സിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് ഇവർ മുട്ടിപ്പാടുന്നത്. അങ്ങനെയുള്ള കുരുത്തക്കേടൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വികൃതി കുട്ടിയായിരുന്നു നമ്മുടെ ടോട്ടോ ചാൻ എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചർക്ക് ഇവളുടെ ഈ ഒരു രീതി ഒട്ടും ഇഷ്ടമായില്ല. ടീച്ചർ എന്ത് ചെയ്തു? സ്കൂളിലെ HMൻ്റെ അടുത്ത് പരാതി പറയുകയാണ്. അങ്ങനെ HM ആ കുട്ടിയുടെ അമ്മയെ വിളിക്കുകയാണ്, നിങ്ങളുടെ കുട്ടിയെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഈ അമ്മ എന്താണ്, വളരെ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യാതെ നമ്മുടെ ഈ കൊച്ചുമിടുക്കിയെയും കൂട്ടി മറ്റൊരു സ്കൂളിലേക്ക് എത്തുകയാണ്. ആ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കൂൾ ഒരു ട്രെയിൻ രൂപത്തിലുള്ളതായിരുന്നു. ക്ലാസ്സൊക്കെ ഓരോ ട്രെയിനിൻ്റെ ബോഗികൾ പോലെ ഉണ്ടായിരുന്നു. ആ സ്കൂളിൻ്റെ പേരായിരുന്നു ടോമോ എന്നത്. അവിടെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അധ്യാപകൻ്റെ പേരായിരുന്നു കൊബായാഷി മാസ്റ്റർ. കൊബായാഷി മാസ്റ്റർ എന്ന് പറയുന്ന അധ്യാപകനോട് നമ്മുടെ ഈ ടോട്ടോ ചാൻ ഒരുപാട് കഥകൾ പറയുന്നു. വളരെ വളരെ സ്നേഹത്തോടെ അദ്ദേഹം ഇത് കേട്ടിരിക്കുകയാണ്. അങ്ങനെ ആ സ്കൂളിൽ പഠിച്ച ഒരു മിടുക്കി കുട്ടിയായിരുന്നു ടോട്ടോ ചാൻ. 1ാം ക്ലാസ്സിൽ നിന്നും പുറത്താക്കപ്പെട്ട് പിന്നീട് ലോകമറിയുന്ന ഒരു എഴുത്തുകാരിയും ഒരുപാട് നിലയിൽ പ്രശസ്തയായ ഈ ഒരു വ്യക്തിയാണ് തെത്സുഗോ കുറയോനഗി. അങ്ങനെ ഒരു പാഠം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ സ്കൂളിലെ ഒരു പ്രത്യേകതയുള്ള ഒരു പാഠം. ഇങ്ങനെ രസകരമായ കഥകളൊക്കെയുള്ള നമ്മുടെ 5ാം ക്ലാസ്സിലെ പാഠഭാഗം പഠിക്കണമെങ്കിൽ, വിശദമായിട്ട് അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുണ്ടാവും അല്ലേ? ഈ രീതിയിലൊക്കെ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മുടെ സൈലത്തിൽ 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ട്യൂഷൻ ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരാണ് പൃഥ്വി എന്ന് പറയുന്നത്. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ കഥ പാഠത്തിലുള്ളതല്ല, പക്ഷേ ആ പാഠവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നിങ്ങൾ അറിയേണ്ടതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പൃഥ്വി ബാച്ചിലൂടെ കിട്ടുന്നതാണ്. ഒരു വർഷത്തേക്ക് ഇതിൻ്റെ ഫീ എന്ന് പറയുന്നത് 2499 രൂപ മാത്രമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ബാച്ച് ഉണ്ട് എന്നുള്ളത് വീട്ടുകാരോടൊന്ന് പറയുക. എന്നിട്ട് ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ അഡ്മിഷൻ എടുക്കുക. ഓരോ ചാപ്റ്റർ കഴിയുന്ന സമയത്തോ നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റ് ആയിട്ടും അതിൻ്റെ ആൻസർ കീ ഡിസ്കഷനായിട്ടൊക്കെ നമ്മുടെ ബാച്ച് നിങ്ങൾക്കായിട്ടുള്ള ഒരു അവസരം തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ പൃഥ്വി ബാച്ചിനൊപ്പം ചേർന്ന് നിൽക്കുക. ഇത്തരത്തിലുള്ള രസകരമായ കഥകളിലൂടെയും പാട്ടുകളിലൂടെയും അതുപോലെ എല്ലാ വിഷയവും ഇതുപോലെ അടിപൊളിയായിട്ട് രസകരമായിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ മറക്കരുത്, നിങ്ങളും പൃഥ്വിയിലുണ്ടാവണം. ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ.